നമസ്കാരം. കേരള ടെക് അക്കാഡമിയിലേക്ക് സ്വാഗതം. പി.എസ്.സി അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ പലർക്കും സംശയമുള്ള ഒരു ഭാഗമാണ് പവർ സിസ്റ്റം ഫോൾട്ട് അനാലിസിസ്. അതുപോലെ സിമെട്രിക് കമ്പോണന്റ്സ്. പലതരം ഫോൾട്സും പിന്നെ അതിന്റെ ഫോർമുലകളും. ഇതെല്ലാം കണ്ട് പേടിക്കേണ്ട. ഒരു ഒറ്റ വീഡിയോയിലൂടെ ബേസിക്സ് മുതൽ എക്സാം പോയിന്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിൾ ആയി പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് സിമെട്രിക്കൽ കമ്പോണന്റ്സ് എന്താണെന്ന് നോക്കാം. ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ ഒരു ഫോൾട്ട് വന്നാൽ അത് അൺബാലൻസ് ആകും. ഈ അൺബാലൻസ് സിസ്റ്റത്തിന്റെ അനലൈസ് ചെയ്യാനാണ് നമ്മൾ സിമെട്രിക്കൽ കമ്പോണന്റ്സ് ഉപയോഗിക്കുന്നത്. മൂന്ന് തരം കമ്പോണൻസ് ആണ് ഉള്ളത്. പോസിറ്റീവ് സീക്വൻസ് അതായത് വി വൺ ഐ വൺ, നെഗറ്റീവ് സീക്വൻസ് വി ടു ഐ ടു, സീറോ സീക്വൻസ് വി സീറോ ഐ സീറോ. പോസിറ്റീവ് സീക്വൻസ് ഇതാണ് നമ്മുടെ ഹീറോ കമ്പോണന്റ്. ഇത് നോർമൽ ഫേസ് സീക്വൻസിൽ ആർ വൈ ബി ഉള്ള നമുക്ക് ഉപകാരമുള്ള ഒരു മോട്ടറൊക്കെ കറക്കുന്ന കമ്പോണന്റ് ആണ്. ഇനി നെഗറ്റീവ് സീക്വൻസ് വി ടു ഐ ടു, ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സാധനം, ഇതാണ് വില്ലൻ ആയിട്ടുള്ള കമ്പോണന്റ്. ഇത് ഓപ്പോസിറ്റ് ഫേസ് സീക്വൻസിൽ അതായത് ആർ ബി വൈ ഉള്ളതാണ്. അൺബാലൻസ് ഫോൾസിൽ മാത്രമേ ഇത് വരൂ. ഇത് മോട്ടോറുകളിൽ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി സീറോ സീക്വൻസ് വി സീറോ ഐ സീറോ, ഈ ഗ്രേ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്, ഇതാണ് ലീക്കേജ് കമ്പോണന്റ്. ഇതിലെ മൂന്ന് ഫേസുകളും ഒരേ ഫേസിലാണ്. പി.എസ്.സിയിൽ സ്ഥിരം ചോദ്യം, സീറോ സീക്വൻസ് കറണ്ട് എപ്പോൾ മാത്രമേ ഒഴുകൂ? ഒരു ഗ്രൗണ്ട് പാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഒഴുകുള്ളൂ? ഒരു സീറോ സീക്വൻസ് കറണ്ട് ഒഴുകുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് തരം ഫോൾസിനെ പറ്റി പഠിക്കാം. ആദ്യത്തേത് സിമെട്രിക്കൽ ഫോൾട്ട്, രണ്ടാമത്തേത് അൺസിമെട്രിക്കൽ ഫോൾട്ട് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോൾട്ട്. സിമെട്രിക്കൽ ഫോൾട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ മൂന്ന് ഫേസുകളും ഒരുപോലെയാണ് ഫോൾട്ട് ബാധിക്കുന്നത്. സിസ്റ്റം ബാലൻസ്ഡ് ആയിരിക്കും, പക്ഷേ കറണ്ട് ഭയങ്കരമായിട്ട് കൂടും. പി.എസ്.സി പോയിന്റിൽ ഇതാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ട്. രണ്ടാമത്തേത് അൺസിമെട്രിക്കൽ ഫോൾട്ട്. ഇവിടെ ഓരോ ഫേസിലും ഓരോ പോലെയാണ് ഫോൾട്ട് ബാധിക്കുന്നത്. സിസ്റ്റം അൺബാലൻസ്ഡ് ആയിരിക്കും. പി.എസ്.സി പോയിന്റിൽ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫോൾട്ട്. അതിൽ തന്നെ ലൈൻ ടു ഗ്രൗണ്ട് അതായത് LG ഫോൾട്ട് ആണ് ഏറ്റവും സാധാരണയായി കാണുന്നത്. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ഫോർമുലകളും ടേബിളുകളും ഈ ഷോർട്ട് കട്ടുകളും എല്ലാം ഈ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ചീറ്റ് ഷീറ്റിൽ ഉണ്ട്. ആദ്യം എന്താണ് ഫോൾട്ട് കറന്റ്? ഇത് സിമ്പിൾ ഓംസ് ലോ ആണ്. ഫോൾട്ട് ഉണ്ടാകുമ്പോഴുള്ള ഭീമമായ കറന്റ് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രീ ഫോൾട്ട് വോൾട്ടേജ് അതായത് ഇ എന്ന് പറഞ്ഞ സിമ്പിൾ, ഇത് കണ്ടുപിടിക്കാൻ പ്രീ ഫോൾട്ട് വോൾട്ടേജ് ഇയെ ആ ഫോൾട്ട് പോയിന്റ് വരെയുള്ള ടോട്ടൽ ഇംപിഡൻസ് അതായത് ഇക്വാലന്റ് ഇംപിഡൻസ് ഇക്വാലന്റ് കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി ഓരോ ഫോൾട്ടിലെയും ഫോർമുലകൾ നോക്കാം. ഈ ടേബിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, LG ഫോൾട്ടിൽ 3 സീക്വൻസ് നെറ്റ്വർക്കുകളും സീരീസിൽ കണക്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇംപിഡൻസ് Z1 പ്ലസ് Z2 പ്ലസ് Z0 ആയിരിക്കും. ഓക്കെ, LG ഫോൾട്ടിൽ എന്താണ്? 3 സീക്വൻസ് നെറ്റ്വർക്കുകളും സീരീസിലാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി LL ഫോൾട്ട് എടുത്താൽ Z1 ഉം Z2 ഉം പാരലൽ ആയിരിക്കും. അതായത് നെഗറ്റീവ് സീക്വൻസും പോസിറ്റീവ് സീക്വൻസും പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ I0 അല്ലെങ്കിൽ I0 പൂജ്യമായിരിക്കും. ഓക്കെ, ഇപ്പൊ നോ ഗ്രൗണ്ട് I0 പൂജ്യമായിരിക്കും. ഇനി LLG ഫോൾട്ട്, അത് Z2 ഉം Z0 ഉം പാരലൽ ആയിരിക്കും. പിന്നെന്താണ്? Z1 എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. ഫോർമുല കുറച്ച് കോംപ്ലക്സ് ആണ്, ഇതിൽ കൊടുത്തിട്ടില്ല. ഈ രണ്ട് ഫോർമുലാസ് പഠിക്കുക. IF-ന്റെ LG-യുടെ ഫോൾട്ട് കറണ്ടും LL-ന്റെ ഫോൾട്ട് കറണ്ടും. അപ്പൊ ഇതിൽ ഈ LLG ഫോൾട്ടിൽ ഇത് നമ്മൾ സെക്കൻഡ് മോസ്റ്റ് കോമൺ ഫോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ LL നെറ്റ്വർക്കിൽ ഗ്രൗണ്ട് ഇല്ല. ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ സീക്വൻസ് വരും. ഇത് ഏറ്റവും സിമ്പിൾ ആണ്. ഇതിന് ആകെ Z1 എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമാണ് വരുള്ളൂ. ഇപ്പൊ IF എന്ന് പറയുന്നത് E/Z1. ഇത് മോസ്റ്റ് സിവിയർ ആൻഡ് ബാലൻസ്ഡ് ഫോൾട്ട് ആണ്. അത് സിമെട്രിക് ആണ്. ഇതിൽ കാണാം സീക്വൻസ് ഇംപിഡൻസ് Z1 Z2 Z0. ഒരു ക്വിക്ക് ഫാക്ട്സ് കൊടുക്കുകയാണ്. ജനറേറ്റർ മോട്ടറിൽ Z1 ഗ്രേറ്റർ ദാൻ Z2, അത് Z0 ഇസ് യൂഷ്വലി സ്മോളസ്റ്റ്. ട്രാൻസ്മിഷൻ ലൈനിൽ ഫോർ ഫുള്ളി ട്രാൻസ്പോസ് ലൈൻസിൽ Z1 ഈക്വൽ ടു Z2 ആയിരിക്കും. ട്രാൻസ്ഫോമേഴ്സിൽ Z1 ഈക്വൽ ടു Z2, Z0 ഡിപെൻഡ്സ് ഓൺ ദ കണക്ഷൻ ടൈപ്പ്, സ്റ്റാർ ആണോ ഡെൽറ്റ ആണോ ഗ്രൗണ്ടിങ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, ഈ കർവ് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. പവർ ട്രാൻസ്ഫറിന്റെ ഫോർമുലയാണത്. PE ഈക്വൽ ടു Pmax ഇൻറ്റു സൈൻ ഡെൽറ്റ. Pmax ഇൻറ്റു സൈൻ ഡെൽറ്റ, നമുക്ക് EV/X ഇൻറ്റു സൈൻ ഡെൽറ്റ. ഒരു PSC ടിപ്പ് പറയാം. ഈ ആംഗിളിൽ അതായത് ഡെൽറ്റ 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. 90 ഡിഗ്രിയിൽ ആണ് നമുക്ക് മാക്സിമം പവർ കിട്ടുന്നത്. ഈ ഡോക്യുമെന്റിലെ PSC ഗോൾഡ് മൈൻ സെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നന്നായി പഠിക്കുക. അതിലെ ടേബിളുകളും ഫോർമുലകളും ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഏത് ചോദ്യത്തിനെയും എളുപ്പത്തിൽ തന്നെ നേരിടാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഹൈ ഈൽഡ് ടോപ്പിക്കുകളുമായി ഇനിയും കേരള ടെക് അക്കാഡമിയുടെ ചാനലിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.